നർമ്മകഥ BYO. ഓഫീസിലെ ലഞ്ച് റൂമിൽ ഞാൻ സ്ഥിരമായിരിക്കുന്ന ഒരു സീറ്റുണ്ട്. എന്നും ലഞ്ച് ബോക്സ് തുറക്കുന്നതിന് മുമ്പ് ഭാര്യയെ ഒന്ന് വിളിക്കും. 5 മിനിറ്റ് വാട്സാപ്പും ഫേസ്ബുക്കും ന്യൂസും വായിക്കും. അത് പിന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണമല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിലും താല്പര്യം ഇത്തരം കാര്യങ്ങളോടാണല്ലോ. പിന്നെ വേഗം ലഞ്ച് കഴിച്ചു തീർക്കും. ഇതാണ് റൂട്ടീൻ. ഞാൻ സ്ഥിരമായിരിക്കുന്ന സീറ്റിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അവിടെ ഇരുന്നാൽ വലിയ കണ്ണാടി ജനാലയ്ക്ക് അഭിമുഖമായി റോഡിന് എതിർവശത്തുള്ള കടയിലെ കാഴ്ചകൾ വളരെ വ്യക്തമായി കാണാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള സമയം ആ കടയിലേക്ക് നോക്കിയിരിപ്പാണ് ഞാൻ. കട ഏതാണെന്നല്ലേ? ഒരു ക്ലൂ തരാം. 18ഉം 20ഉം വയസ്സുള്ള കീറിയ ജീൻസ് ഇട്ട പെൺപിള്ളേർ മുതൽ ട്രൗസർ ഇട്ട അമ്മൂമ്മമാർ വരെ കൂളായി ഇവിടേക്ക് കയറിപ്പോകുന്നത് കാണാറുണ്ട്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ വേറൊരു ക്ലൂ കൂടി തരാം. ഓസ്ട്രേലിയയുടെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ കാണാം. ഹേയ്, അത് സൂപ്പർ മാർക്കറ്റ് ഒന്നുമല്ല കേട്ടോ. സസ്പെൻസ് ഞാൻ തന്നെ പൊളിക്കാം. നമ്മൾ നാട്ടിൽ ബിവറേജസ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഇവിടെ BWS എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബിയർ വൈൻ സ്പിരിറ്റ് എന്ന ലിക്കർ ഷോപ്പാണത്. കള്ള് ഷോപ്പ് പോലെ പേരിലൊരു ഷോപ്പ് ഉണ്ടെങ്കിലും കെട്ടിലും മട്ടിലും എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തന്നെയാണിത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഈ ഷോപ്പിൻ്റെ വളർച്ച നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കുടിവെള്ളത്തിന് ക്ഷാമമുണ്ടായാൽ പോലും കുടിയന്മാർക്ക് ഇവിടെ ക്ഷാമമുണ്ടാവില്ല. കാരണം ഒരു കൊച്ചു കടയിൽ നിന്ന് ബ്രഹ്മാണ്ഡ വെയർഹൗസിലേക്കുള്ള വളർച്ച അത്ര പെട്ടെന്നായിരുന്നു. ഇപ്പോഴവിടെ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയുണ്ട്. എന്തിന് 2 മിനിറ്റ് കൊണ്ട് ഷോപ്പിംഗ് നടത്താൻ ഡ്രൈവ് ത്രൂ പോലുമുണ്ട്. ഇത്രയൊക്കെ ആമുഖം. ഇനി ഇവിടെ വരുന്നവരെക്കുറിച്ച്. വടിയും കുത്തിപ്പിടിച്ച് വരുന്ന വയസ്സനും ഭാര്യയും മാസത്തിലെ എല്ലാ 2ാമത്തെയും 4ാമത്തെയും ബുധനാഴ്ചകളിൽ ഉച്ചയ്ക്ക് ടാക്സിയിൽ ഇവിടെ എത്തും. 2 ആഴ്ച കൂടുമ്പോൾ കിട്ടുന്ന പെൻഷനും വാങ്ങിയുള്ള വരവാണ്. ടാക്സിക്കാരനോട് കാത്തു നിൽക്കാൻ പറഞ്ഞാണ് അവർ പതുക്കെ ഷോപ്പിൽ കയറുക. പെൻഷൻ തുകയുടെ നല്ലൊരു ഭാഗം ഇവിടെ ചിലവാക്കും, തീർച്ച. അതിന് നമ്മൾ എന്തിനാ അസൂയപ്പെടുന്നത്, അല്ലേ? ഇവിടുത്തെ പ്രത്യേകത അതാണ്. ആർക്കും, അതൊരു നടക്കാൻ വയ്യാത്ത പടുകിളവനാവട്ടെ 18 വയസ്സായ പെൺകുട്ടിയാവട്ടെ, കയ്യിൽ കാശുണ്ടെങ്കിൽ ആവശ്യമുള്ള ഐറ്റം യാതൊരു സങ്കോചവും കൂടാതെ പോയി വാങ്ങും. മറ്റൊരു സ്ഥിരം കക്ഷി അതാ കാറിൽ വന്നിറങ്ങി. പുള്ളിയുടെ പത്തായം പോലെയുള്ള കാറിൻ്റെ ഡിക്കിക്കകത്തെ ചവറ് ക്ലീൻ ചെയ്യുന്നത് എന്നും കടയുടെ മുൻപിൽ വെച്ചാണ്. അതിനുശേഷം ഒരു ട്രോളിയിൽ നിറയെ കുപ്പിയുമായാണ് പുള്ളി ഷാപ്പിൽ നിന്ന് ഇറങ്ങാറ്. പിന്നീട് അത് വെടിപ്പായി ഡിക്കിയിൽ അടുക്കി വയ്ക്കും, കാർ എടുത്തു പോകും. വേറൊരു കൂട്ടർ വരുന്നത് പട്ടിയുമായിട്ടാണ്. പട്ടിയെ അകത്ത് കയറ്റാത്തത് കൊണ്ട് പുറത്ത് കെട്ടിയിടും. കൂടെ കുട്ടിയുണ്ടെങ്കിൽ പട്ടിക്ക് കൂട്ടിനായി നിർത്തും. നിയമമനുസരിച്ച് 18 വയസ്സിന് താഴെയുള്ളവർ ലിക്കർ ഷോപ്പിനുള്ളിൽ പ്രവേശിച്ചാൽ ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പിഴ നൽകേണ്ടി വരും 2 കൂട്ടരും. ചില അമ്മമാരുടെ കയ്യിൽ കൈക്കുഞ്ഞുങ്ങളുണ്ടാവും. അവരൊക്കെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അകത്ത് കയറുന്നത് കണ്ടിട്ടുണ്ട്. പല കമ്പനികളിലും വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോഴേക്കും ജോലിക്കാർ വീട്ടിലേക്ക് പോയി തുടങ്ങും. വീക്കെൻഡ് ആഘോഷിക്കുന്നതിന് മുന്നോടിയായി അന്ന് നല്ല തിരക്കാവും ലിക്കർ ഷോപ്പിൽ. ഉച്ചയ്ക്കുള്ള ബ്രേക്ക് സമയത്ത് വർക്കിംഗ് ഡ്രസ്സിൽ തന്നെ ഓടി വന്ന് സാധനം വാങ്ങി തിരിച്ചു പോകുന്നവരും ഉണ്ട്. തീരെ ക്ഷമയില്ലാതെ പുറത്തിറങ്ങിയ ഉടൻ നിൽപ്പനടിക്കുന്നവരുണ്ട്. പബ്ലിക് പ്ലേസ് ആണ്, ഇവിടെ ഇരുന്നടിക്കാൻ പാടില്ല എന്നാരെങ്കിലും ഇവരോട് പറഞ്ഞാൽ ഇവരവിടെ കിടന്നടിക്കും. എന്നാലും പാമ്പായവരെയും കുഞ്ചാക്കോ ബോബൻ്റെ ഇന്നാ താൻ കേസുകൂട് സിനിമയിലെ ദേവദൂതർ ഡാൻസുകാരെയും അപൂർവമായേ കാണാറുള്ളൂ. അതിന് കാരണം പലതാണ്. വീര്യം കൂടിയതടിച്ച് മഹാവീര്യരാകാൻ നല്ല കാശിറക്കണം. ബിയറിനിവിടെ കുപ്പിയിലെ സ്പ്രിംഗ് വാട്ടറിനേക്കാൾ വിലക്കുറവാണെങ്കിലും മറ്റ് ഹോട്ട് ഡ്രിങ്ക്സിന് ഒരാളുടെ ദിവസക്കൂലി തികയില്ല. അത് മനസ്സിലാക്കാനുള്ള വകതിരിവൊക്കെ സായിപ്പിനുണ്ട്. പിന്നെ വേറൊരു കാരണം, മദ്യം മിക്ക ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും അവൈലബിൾ ആണ് എന്നതാണ്. ഇതൊന്നും പോരാതെ മദ്യം വിളമ്പാത്ത പല ഹോട്ടലുകളിലും BYO ഉണ്ട്, ബ്രിങ് യുവർ ഓൺ. അതായത് നിങ്ങൾ ഏത് മാട്ട സാധനം കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നടിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കണം. എത്ര മനോഹരമായ ആചാരങ്ങളല്ലേ. നാട്ടിലിനി BYOയുടെ കുറവേ ഉള്ളൂ. വരുമായിരിക്കും. എന്നെ കൺഫ്യൂസ് ചെയ്യിച്ച മറ്റൊരു കൂട്ടരുണ്ട്. അത് ആണാവാം പെണ്ണാവാം. നല്ല പോലെ മേക്കപ്പൊക്കെ ചെയ്ത് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇവരെന്തിന് ഷോപ്പിനകത്ത് പോകുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പാർട്ടിക്ക് പോകുമ്പോൾ കൂടെ കൂട്ടാനുള്ള വൈൻ വാങ്ങാനാണ് അതെന്ന് എൻ്റെ സുഹൃത്ത് ആൻഡ്രു ആണ് പറഞ്ഞു തന്നത്. പിന്നെയുള്ളത് ജിമ്മന്മാരാണ്. ട്രാക്ക് സ്യൂട്ടിലൊക്കെയാണ് വരവ്.
തിരിച്ചു പോകുമ്പോൾ രണ്ട് കൈയിലും തലയിലും വരെ ബിയർ കാർട്ടനുകൾ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാകും. ഇവർ ശരീരം ഫിറ്റായി വെക്കുന്നത് തന്നെ അടിച്ച് ഫിറ്റാവാനാണോ എന്ന് തോന്നിപ്പോകും. പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്തവർക്ക് ഗവൺമെൻറ് ജീവിത ചെലവിനായി ഒരു തുക കൊടുക്കുന്നുണ്ട്. പലരും മദ്യവും മയക്കുമരുന്നും വാങ്ങാനാണ് ഈ തുക വിനിയോഗിക്കുന്നത് എന്ന തിരിച്ചറിവിൽ ഗവൺമെൻറ് പൈസ ബാങ്കിലിട്ട് കൊടുക്കുന്നതിന് പകരം ഇവർക്ക് ക്രെഡിറ്റ് കാർഡ് പോലൊരു കാർഡ് കൊടുത്തു തുടങ്ങി. ഈ കാർഡിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ലിക്കറോ സിഗരറ്റോ വാങ്ങാൻ ശ്രമിച്ചാൽ കാർഡ് ഡീആക്ടിവേറ്റഡ് ആവും. പിന്നെ അവർക്കൊന്നും വാങ്ങാൻ കഴിയില്ല. കടക്കാരനെ തെറിയും വിളിച്ച് വെറും കൈയോടെ ലിക്കർ ഷോപ്പിൽ നിന്ന് പുറത്തു വരുന്നവരെ കണ്ടാലറിയാം എന്താണ് അകത്ത് സംഭവിച്ചതെന്ന്. ഇവർ നടുവിരൽ ഉയർത്തിക്കാട്ടി കടക്കാരൻ്റെ അപ്പനപ്പൂപ്പന്മാരെ തെറി വിളിക്കുന്നത് കാണാൻ ഒരു കൗതുകം. പക്ഷേ ആ സാഡിസ്റ്റ് മനോഭാവവും കൊണ്ടിരുന്നാൽ നമുക്ക് പച്ചരി വാങ്ങാൻ സാധിക്കില്ലല്ലോ എന്ന തിരിച്ചറിവിൽ പതുക്കെ എണീറ്റ് കൈ കഴുകി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനടുത്തേക്ക് നടക്കാറാണ് പതിവ്.